സമാധാനപൂർണമായ ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാനീ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു ഗുണം ചെയ്യും. ഒന്ന്, അന്ധമായി ആരെയും വിശ്വസിക്കാതിരിക്കുക. എന്തെന്ന് വെച്ചാൽ, ഈ വിശ്വാസം അവർ മുതലെടുക്കാനുള്ള സാധ്യത എപ്പോഴും അതിനോടൊപ്പമുണ്ട്. ഒരു തവണ വാക്ക് തെറ്റിച്ചവർ അവരെന്നും വാക്ക് തെറ്റിച്ചുകൊണ്ടേയിരിക്കും. അവരെന്ത് ചെയ്തോടും അതിനുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനല്ല ഉദ്ദേശിച്ചത് എന്നുള്ളത് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എക്സ്ക്യൂസസ് കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ തെറ്റിച്ചാൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഒരല്പം അകലമിട്ട് നിർത്തുന്നതായിരിക്കും നമ്മുടെ മനസ്സമാധാനത്തിന് നല്ലത്. നമ്പർ 3, ബന്ധുക്കളെയൊക്കെ ഒരു ക്രീസിന് വെളിയിൽ നിർത്തുക. നമ്മുടെ സ്വകാര്യമായ കാര്യങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ നടന്നു കഴിഞ്ഞറിഞ്ഞോട്ട് നടക്കുന്നതിന് മുന്നേ അറിയാതിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശത്രുവിനെ ഭയക്കേണ്ട കാര്യമില്ല, പക്ഷേ ശത്രുവിൻ്റെ നീക്കങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഏത് നിമിഷത്തിൽ അവരിങ്ങനെ തക്കം പാർത്തിരുന്ന് ആക്രമിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയ ശ്രദ്ധ, അമിതമായ ശ്രദ്ധ വേണമെന്നില്ല. അവരുടെ ആ നീക്കങ്ങളെ പരാജയപ്പെടുത്തേണ്ടത് നമ്മുടെ നേട്ടങ്ങൾ കാണിച്ചുകൊണ്ടായിരിക്കണം. അത് വളരെ ഈസിയായിട്ട് അവരെ തകരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ശത്രുവിനെ സ്നേഹിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു തവണ നമ്മളോട് കാണിച്ച ഒരു കാര്യം അവർ പലതവണ ആവർത്തിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളോട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത് തുടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മധുരതരമായ വാക്കുകൾ മൊഴിയുന്ന ആൾക്കാരെ വളരെ സൂക്ഷിക്കുക. സോപ്പിടലിൻ്റെ ഭാഗമാണ്. ഒരിക്കലും അതിൽ വീണു പോകാതിരിക്കുക. നിങ്ങളോട് ക്രുദ്ധമായി സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് കണ്ണു കൊടുക്കാതിരിക്കുക, അവരുടെ അടുത്തേക്ക് പോവാതിരിക്കുക, അവരെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അവർ എന്ത് വിചാരിക്കും, ഇവർ എന്ത് വിചാരിക്കും എന്ന് കരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. ഉത്തരവാദിത്തങ്ങളാണെന്ന് കരുതിയിട്ട് നമ്മുടെ കുടുംബം ഒഴികെയുള്ള സകല കുടുംബങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പട്ടിണിയാകുമെന്നുള്ളത് വളരെ സത്യസന്ധമായൊരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ നാട്ടിൽ നടക്കുന്നത് പോലെ, വീട്ടിൽ നടക്കുന്നത് പോലെ, സമൂഹം, ജാതി, മതം, രാഷ്ട്രീയം നടക്കുന്നത് പോലെ നടക്കണമെന്ന് കരുതുന്നത് തെറ്റ്. കാരണം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്താഗതി ഉണ്ടായാൽ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളൊരു കാര്യം ഏൽപ്പിച്ചാൽ അയാളത് ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെങ്കിലും ചെയ്ത് കഴിയുന്നത് വരെ അയാളെ ഒന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ കാര്യം കൃത്യസമയത്ത് നടത്തുവാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കുക തന്നെ ചെയ്യും. ഒന്നും ഒരാളെയും 100% വിശ്വസിച്ച് ഏൽപ്പിക്കരുത്. ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പറ്റിക്കും. 2 or 3 തവണ അവർ കൃത്യമായി നമ്മളോട് വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞ് പിന്നീട് പാലിക്കണമെന്നില്ല. ഒരു 100 രൂപ കടം ചോദിച്ചയാൾ 2 തവണ കഴിഞ്ഞപ്പോഴത്തേക്ക് കൃത്യസമയത്ത് കൊണ്ടുത്തരികയും പിന്നീട് എന്ത് ചെയ്യുന്നു, 1000 രൂപ ചോദിക്കുകയും വീണ്ടും അയാൾ കൃത്യമായി കൊണ്ടുത്തരും. പിന്നെ ഒരു 10,000 രൂപ മേടിക്കും. അങ്ങനെ 1 ലക്ഷത്തിലേക്ക് അയക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ മുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം മുന്നേ കൂട്ടി നമ്മളോട് പറഞ്ഞ പലതും ചെയ്തതുമെല്ലാം എന്തായിരിക്കാം, അയാൾക്ക് ഈ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു താക്കോൽ മാത്രം ആയിരിക്കാം. എങ്ങനെയാണ് നമ്മൾ പറ്റിക്കപ്പെടുക എന്നുള്ളത്, നമ്മൾ പറ്റിക്കപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിക്കുന്നവരുണ്ട്. അവരെ സൂക്ഷിക്കുക. കാരണം അവർ നിങ്ങളെ പറ്റിക്കും. കൃത്യമായ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം അഡ്വാൻസ് മേടിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം കൊടുക്കുന്ന പൈസയിൽ കൃത്യമായിട്ട് കൊടുക്കും. ഇനി ഇങ്ങനെ കൊടുക്കാത്തവരും ഉണ്ട് കേട്ടോ, പൈസ പറ്റിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയണത്. ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് പണി കിട്ടാതെ സമാധാനപരമായി ഇരിക്കാൻ പറ്റും. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ കഴിവുള്ളിടത്തോളം ഒരാളുടെ ഒരു സഹായം ആവശ്യപ്പെടാതിരിക്കുക. കാരണം നമ്മളൊരു സഹായം ഒരാളിൽ നിന്ന് ആവശ്യപ്പെട്ട് നമ്മളത് നേടിയാൽ അയാൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതെന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നെങ്കിൽ ചെയ്യുക. ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് ചിലതുണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ കരുതുന്നവരുണ്ടെങ്കിൽ അവരങ്ങനെ കരുതുക. ഭാവിയിൽ പണി മേടിച്ച് കെട്ടാൻ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക.